ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖന്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഇന്ന് പെരയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അന്ന് രാവിലത്തെ ചായൻ്റെ കടി ദോശയാണ്. അപ്പം നാത്തൂന് ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ കുക്കറിലൊക്കെയാണ് കേട്ടോ മാവ് കൂട്ടി വെച്ചിട്ടുള്ളത്. രാവിലെ ഞാൻ നീച്ച് വന്നപ്പോഴേക്കും ഏകദേശം ദോശയൊക്കെ ചുട്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരാളവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരാൾ ഇതായിട്ടുള്ള കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പട്ടാണിക്കടലും കിഴങ്ങുട്ടുള്ള കറിയാണ്. ഇതൊക്കെ ഇപ്പോൾ എന്തൊക്കെ ഇട്ടുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ നീച്ച് വന്നപ്പോൾ ഇങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറവിടാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങളെ ചായയും കടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത് എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയുടെ കഴിഞ്ഞപ്പോൾ ഇതാ ഒരാൾ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കാര്യപ്പെട്ട് പണിയൊന്നുമില്ല, ഞാൻ ക്യാമറമാനായി ഇങ്ങനെ നടക്കുന്നതാണ്. അങ്ങനെ അതാ പാത്രം കഴുകൽ കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ ചോറിന് ഇന്നിപ്പോൾ കൂട്ടാൻ ഉണ്ടാക്കുന്നത് ബീഫും പൂളയാണ്. അപ്പോൾ പൂളയൊക്കെ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന പൂളയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പൂള കണ്ടപ്പം ബീഫും പൂളയും വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം അതാണ് ചോറിനുള്ള കൂട്ടാൻ. അങ്ങനത്തെ ആ ചോറിനുള്ള വെള്ളമൊക്കെ ഇവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരു സുന്ദരി ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ചായ കുടിച്ചെങ്കിൽ ഫോണൊക്കെ വേണം കേട്ടോ. ഫോണിൽ കാർട്ടൂണൊക്കെ കണ്ട് എന്നിട്ടേ ചായയൊക്കെ കുടിക്കുള്ളൂ. അങ്ങനെ അതാ മക്കളെ ചായയുടെ കഴിഞ്ഞപ്പോൾ അതാ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കക്കളിയാണ് കേട്ടോ. ഇവർ ഇവിടെ നിന്ന് കളിക്കുമ്പോൾ നമ്മളെ ചെറുപ്പക്കാലൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഞാനൊക്കെ കുറേ കളിച്ചിട്ടുണ്ട് ഇതേപോലെ. പിന്നെ ആ കാണുന്ന വീട് വലിയ ആങ്ങളുടെ വീടാണ് കേട്ടോ. പണി പൂർത്തിയായിട്ടില്ല, അതിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുട്ടികളെ കളിയൊക്കെ വീഡിയോ എടുത്ത് കുറച്ച് നേരം അവരെ കളിയൊക്കെ കണ്ടിരുന്നപ്പോൾ ഇവരെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് ഇതാ കേക്ക് വെച്ചിട്ടുണ്ട്. ഇതാ ബീഫൊക്കെയുള്ള പൂള ഒരു നാത്തൂനും ഇതാ അവിടെ നിന്ന് തൊലിയ കളഞ്ഞിപ്പോൾ നുറുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബീഫും പൂളയും കുറച്ച് ബീഫും കുമ്പളങ്ങിയിട്ട് കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് വിധമൊക്കെയാണെന്ന്. അപ്പോൾ ഇതാ ബീഫും പൂളയും വെക്കാനുള്ള ബീഫ് ഇവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുമ്പളങ്ങിയിട്ട് കറി വെക്കാൻ. അപ്പോൾ ഇവിടെ ചോറൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ ഉറുക്കിയിട്ടു കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നും ബീഫും പൂളിയും വെച്ചാൽ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ബീഫും കുമ്പളങ്ങിയിട്ട് കുറച്ച് കറിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇതാ നാത്തൂനത്തേക്ക് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഇപ്പോൾ അതവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 4 മണിക്കൊക്കെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ അരിഞ്ഞെരിയെന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പം എനിക്കുള്ള പണി അതാണ് കേട്ടോ, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കൽ. അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ജോലി എനിക്കുള്ളതാണ്. ഇതാ ഒരാളിവിടെ ഇരുന്ന് മുന്തിരി അരിയുന്നുണ്ട് കേട്ടോ. നമ്മളൊറ്റയ്ക്ക് ഇരുന്നാൽ കഴിയൂല, ഞാനും കൂടി ഇരുന്നേരാന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഇത് അവിടെ ഇരുന്ന് മുന്തിരി കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഒരാളിത് അവിടെ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇട്ടുകൊണ്ടാണ് തിളപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കുളിയും എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട് സലാഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. എത്ര ആളുണ്ട് നമ്മൾ? കാണൂല, ഇത് മാത്രം കാണുള്ളൂ, മാത്രം കാണുള്ളൂ. അങ്ങനെ അതാ മക്കളൊക്കെ അവിടെ ഇരുന്നതാ നല്ല ആസ്വദിച്ച് കഴിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പെരയിലൊരു ദിവസത്തെ ഡേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് കരുതാണ്. ഞാൻ എല്ലാതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, എല്ലാം കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരേക്കും.